വെൽക്കം ബാക്ക് ടു സ്വഭാവ വ്ളോഗ്സ്. ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ഈ അലക്കുലിഞ്ഞ കോലത്തിൽ വന്ന് നിൽക്കുന്നത് നമ്മളിന്ന് നമ്മുടെ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്യാനല്ല, കുറച്ച് അലക്കുലത്തെ പാത്രങ്ങളുണ്ട്. ഈ പാത്രങ്ങളെയൊക്കെ നമുക്ക് വാരിപ്പറക്കി നമുക്ക് ആകെ ഉള്ള കബേർഡ് ഇതും മേലെയുള്ള കബേർഡുമാണുള്ളത്. ഈ മേലെയുള്ള കബേർഡിൽ നമ്മുടെ പാത്രങ്ങളൊന്നും അല്ല വെച്ചിരിക്കുന്നത്, നമ്മുടെ കുറച്ച് അല്ലറ ചില്ലറ മീൻസ് നമുക്ക് വേറെ സ്റ്റോറേജ് റൂമിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെയാണ് കുറച്ച് ഡംപ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ മാത്രമാണ് ഇവിടെ ഇങ്ങോട്ട് കാണിക്കോ, ഇവിടെ മറ്റേ ഈ സിങ്കിന്റെ അടി വരുന്നുണ്ട്, നമുക്ക് വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ആകെയുള്ളത് ഇത് ഇങ്ങനെ മറ്റുള്ള സ്പൂണും സംഗതികളും, ഇത് പ്ലേറ്റ് വെക്കാനുള്ളതും. പിന്നെ ഈ മൂന്ന് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി അറ്റത്ത് വരുന്നത് നമുക്ക് ഗ്യാസ് വെക്കാനുള്ളതാണ്. അപ്പൊ ഈ മൂന്നില് മാത്രമാണ് നമുക്ക് പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ഉള്ളൂ. ഇപ്പൊ നമുക്ക് വേണ്ടാത്ത കുറച്ച് പാത്രങ്ങൾ, കാരണം നമ്മൾ റെഡിയിൽ താമസിക്കാൻ തുടങ്ങിയപ്പോഴുള്ള പീക്കിരി പാത്രങ്ങളും അമ്മയെടുത്തുനിന്ന് നമുക്ക് അപ്പോഴും നമുക്ക് പെട്ടെന്ന് മാറിയ സമയത്ത് നമുക്കൊന്നും പാത്രങ്ങളൊന്നും മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും കുറച്ച് അമ്മ അടിക്കുന്നൊക്കെ കുറച്ച് ഞാൻ എടുത്തിട്ട് വന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. ആ പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ്, ആ പാത്രങ്ങളൊക്കെ ഇവിടെ ചുമ്മാ ഡംപ് ചെയ്ത് കിടക്കണം. അപ്പം നമുക്ക് അതിനെയൊക്കെ ഒന്ന് മാറ്റാം. കടയിൽ കൊടുത്താൽ കുറച്ച് പൈസ എങ്കിലും കിട്ടും. അപ്പോൾ എനിക്ക് വിസിലൊന്നും വരാതെ കുക്കറൊക്കെ ഇരിക്കുന്നത്, നമുക്ക് അതിനെയൊക്കെ കൊടുക്കാമെന്ന്. ഇന്നത്തെ ദിവസം കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുമോ ചേട്ടാ? ശരി, ചെയ്യണം, ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പെൻഡിങ് വെച്ച് പോയൊരു ജോലിയാണ് കേട്ടോ ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അമ്മാതിരിയായിരുന്നു ഈ പാത്രങ്ങൾ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഫസ്റ്റ് കൊണ്ട് വെച്ചപ്പോഴെല്ലാം അത് നല്ല പ്രോപ്പർ പ്ലേസിൽ വെച്ചെങ്കിലും പിന്നീട് നമ്മളൊരു പാത്രം എടുക്കാൻ കയറുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊട്ടിപ്പറക്കി അതിനകത്ത് കയറി തുമ്മലായിരുന്നു കേട്ടോ. എനിക്ക് പൊടിയടിച്ചിട്ട് അതാണ് ഈ കിടന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേണ്ടാത്ത കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. കൂടുതലും ഉണ്ടായിരുന്നത് ഈ കണ്ടെയ്നേഴ്സ് ആയിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്ന കണ്ടെയ്നർ, അല്ലാണ്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങുന്നത്, ബൂസ്റ്റ് വാങ്ങുന്നത്, നെയ്യ് വാങ്ങുന്നത്, പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നത്, ഇതിൻ്റെ എല്ലാ കണ്ടെയ്നേഴ്സും അതിനകത്തുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്താക്കി കൊടുക്കാമല്ലോ. പിന്നെ പാത്രം തിരക്കി പോയി എനിക്കത് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾക്കിപ്പോൾ ഒരു അടുത്ത വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ, മീൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രം തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിഷ്ടമല്ല ആ കാര്യം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ആരെങ്കിലും വന്നാലും ഇങ്ങനെ കൊടുത്തു വിടാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് പാത്രങ്ങൾ. പക്ഷേ അതൊരു വല്ലാത്തൊരു വൃത്തികെട്ട ഹാബിറ്റാണെന്ന് എനിക്ക് ഈ അടുക്കി പറക്കാനിരുന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോയാണ്. ഇല്ല, നമ്മൾ വൺ ടൈം യൂസാണ് ഇതെല്ലാം. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ട് ഇതുപോലെ ഡംപ് ചെയ്തിരുന്ന ഈ കണ്ടെയ്നറല്ല. പക്ഷെ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇനി ഇമാതിരി ഞാൻ കൊണ്ട് ഡംപ് ചെയ്യില്ല. അപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ കളയുമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എന്തോരം ഇരുന്നിട്ടാണെന്നറിയോ അതിൻ്റെ അടി ഞാൻ ക്ലീൻ ചെയ്തത്. ഒന്നാമത്തെ കാര്യം അതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടണം. ഒന്നാമത് ഈ ചൂടത്തും കൂടെ ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടുതലും നമുക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ. അതിനകത്തോട്ടൊക്കെ കയറാൻ ഇപ്പം കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് അംഗനവാടിയിൽ കൊണ്ടുപോയ ഒരു സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ. എടുത്തപ്പോൾ വസുവിൻ്റെ ഫസ്റ്റ് അംഗനവാടി പോയതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ നമുക്ക് കളയണ്ട, നമുക്കിതിങ്ങനെ സൂക്ഷിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയൊരു മെമ്മറി അല്ലേ ഇത് കുഞ്ഞിൻ്റെ. യെസ്, ഇതിരിക്കട്ടെ. അമ്പോ എന്തോരം പാട്ടകളാണെന്നറിയോ, പ്ലാസ്റ്റിക് പാട്ടകളാണ്. മീൻസ് ഈ കണ്ടെയ്നേഴ്സാണ് കൂടുതൽ. നമ്മൾ ഇത് വാങ്ങിച്ചതും നെയ്യുടെ പാട്ട കുന്തം എന്തെങ്കിലും യൂസ് ആവുമെന്ന് വിചാരിച്ച് കൊണ്ടിടുന്നത് ഒരു യൂസും ഇല്ല. വെറുതെ കുറേ സ്പേസ് കൺസ്യൂമിങ് അല്ലാണ്ട് ഒരു ഗുണവും ഇല്ല. എന്നെപ്പോലെ നിങ്ങൾക്കുണ്ടോ ഈ വട്ടുകൾ? ഇതുപോലെ ഇമാതിരി ഐറ്റംസൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ എത്രയും വേഗം. ഒന്നാമത് ഇപ്പോൾ പാമ്പും ചേരാകും കൊന്തം കോസടിയൊക്കെ കയറിയിരിക്കണ സമയമാണ്. കുട്ടികളുള്ള വീട്ടിൽ മാക്സിമം എല്ലാം ഒതുക്കിയൊക്കെ വെക്കുക. കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മുടെ വീട് നമ്മൾ മാക്സിമം നോക്കുക. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറി ഇരുന്നാൽ പോലും അറിയില്ല. ഉറങ്ങിക്കിടന്ന് കുഞ്ഞിനെ വരെയാണ്
കടിച്ചത്. എന്തോന്നു ഏട്ടാ? ഇടയ്ക്ക് വന്നിട്ടുണ്ട് ബസ്. ഇനി ഒതുക്കൊക്കെ കണക്കായിരിക്കും. ഈ ഒതുക്കുന്ന കാര്യം പോട്ടേന്ന് വെക്കുക, പക്ഷേ ഇതിൻ്റെ അകത്തെ പാറ്റ, ഈ പാറ്റ ഇത് എവിടെ നിന്നാണോ ഈ വീടൊപ്പിച്ച് പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പാറ്റയായിരുന്നു മെയിൻ പ്രശ്നം. പാറ്റ വന്നതോടുകൂടിയാണ് നമ്മൾ തീരുമാനിച്ചത് ഇന്ന് എന്തായാലും ഇതിനെ വൃത്തിയാക്കാതെ വേറൊരു പണിയില്ല. ലാസ്റ്റ് അവിടെ നിന്ന് കോരി വാരി അതിൻ്റെ അകത്തിട്ട് തൂക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ആ സൈഡ് എന്നൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ തൊട്ടും തലോടിയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തിട്ടേ ഞാൻ മാറുള്ളൂ. പിന്നെ ഇതെല്ലാം തൂത്ത് വാരിയതിന് ശേഷം നല്ലതായിട്ടിരുന്ന് തുടച്ചു. ആ ടൈൽ വേണ്ട പിന്നെ അഴുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് പോരുകയും ചെയ്യും. നല്ല ഹാർഡായിട്ടിട്ട് തുടച്ചപ്പോഴേക്കും എല്ലാ അഴുക്കും പോയി. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ഈ അടുക്കളയിലിട്ട് ഇനി എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡും കൊണ്ട് ആ ചേട്ടൻ വന്നു. വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാൻ വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ആവശ്യമുള്ള പാത്രങ്ങൾ കഴുകി വെക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് തുടച്ച് വെച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കഴുകി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടച്ചു. ബാക്കിയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ എല്ലാം അലുക്കൊലത്തെ സാധനങ്ങളെല്ലാം പല പല ചാക്കിലാക്കിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറേഞ്ച്. അങ്ങനെ അടുക്കള നമ്മൾ ഒരുവിധം ഒന്ന് ഒതുക്കി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അടുത്ത അങ്കിളിൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏട്ടനെ വിളിച്ചിരിക്കുമ്പോൾ വാസു ഇവിടെ എനിക്ക് വേണ്ട കഴിക്കാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏട്ടനെ നോക്കി നിൽക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. കാരണം അമ്മാതിരി വയറ് കത്തണ വിശപ്പായിരുന്നു കേട്ടോ. നമ്മുടെ പണിയൊക്കെ തീർത്ത് നമ്മുടെ അടുക്കള ഫുൾ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകം എല്ലാം നല്ല സൂപ്പർ ക്ലീൻ ആക്കി ആവശ്യമില്ലാത്ത പാത്രത്തിനെയൊക്കെ മാറ്റി ബാക്കി നമ്മൾ കടയിൽ മാറാൻ വേണ്ടിയിട്ട് ചാക്കിൽ കെട്ടി പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീൻ ചെയ്തു. എല്ലാ കബോർഡും മേളും താഴെ എല്ലാം ഫുള്ള് വൃത്തിയാക്കി. റീസെൻ്റ്ലി വാങ്ങിച്ച ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ച ഈ ഒരു റാക്ക് കണ്ടോ. മറ്റേ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ മാഗ്നറ്റിക് ഡോറാണ്. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് നല്ല ഒന്നും കയറൂല, പാറ്റയും പല്ലും ഒന്നും കയറൂല. നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് സംഗതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് വാങ്ങിയിട്ട് നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയും അത്യാവശ്യം വെയിറ്റൊക്കെ കയറും അല്ലേ, അത്യാവശ്യം വെയിറ്റൊക്കെ കയറുന്ന ഒരു സാധനം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഗ്രോസറി ഒക്കെ കയറ്റി ബാക്കി ഒന്നിലും നമ്മൾ അതും ഇതും അല്ലറ ചില്ലറ സാധനങ്ങളൊന്നും വെക്കാതെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ, ക്ലീൻ ചെയ്തപ്പോൾ ഒരു സമാധാനം ഉണ്ട് അടുക്കളയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. മോട്ടർ പറയുന്നു. അപ്പോൾ ഇനി കുളിക്കണം, വിളക്ക് കത്തിച്ച് ഓരോണ്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കടയിൽ പോയി നമുക്കത് മാറാം. അപ്പോൾ ഇനി നമ്മൾ റെഡിയായപ്പോഴേക്കും ഒരുപാട് വൈകി, 7:30 മണിയായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അവിടെ ചെന്ന് നമ്മൾ ശാലയിൽ അമ്മാട്ടിലാണ് പാത്രം എക്സ്ചേഞ്ച് ചെയ്യാനിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ഇനി സമയത്ത് ചെന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തുറന്നിട്ടുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് പോയില്ല. തുറന്നോ എന്തോ അറിയില്ല. അപ്പോൾ വെറുതെ ഇനി തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടം വരെ പോയി വെറുതെ മെനക്കെടണ്ടേ എന്ന് വിചാരിച്ചു. നമുക്ക് വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം കാര്യം. നമ്മുടെ അടുത്ത വീട്ടിലെ വസുൻ്റെ ഫ്രണ്ട് അപ്പൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ അപ്പോൾ അവൾക്കൊരു ഉടുപ്പ് വാങ്ങാൻ വേണ്ടി നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു കേട്ടോ. കരമന സ്റ്റുഡിയാണെന്ന് തോന്നുന്നു. അവിടെ വന്നു. അപ്പം അപ്പൂന് ഉടുപ്പെടുക്കണം കണ്ടപ്പം എനിക്കെന്താ ഉടുപ്പ് വാങ്ങിച്ചു തരാത്തതെന്ന് ഒരു 100 ചോദ്യം ചോദിച്ചു. അപ്പോൾ പിന്നെ സഹി കെട്ട് നമ്മൾ അവിടുന്ന് 2 ഉടുപ്പും അവന് വാങ്ങിച്ചു കൊടുത്തു. കുട്ടിയല്ലേ, വേറൊരു കുട്ടിക്ക് എടുക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് തോന്നും അവൻ എന്തുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ അവനും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സ്റ്റുഡിയോ ഒന്ന് വാങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെ അവൻ 2 ഷർട്ട് വാങ്ങിച്ചു. പിന്നെ വസുവിൻ്റെയും എൻ്റെയും ഫേവറേറ്റ് കാര്യമാണ് ഇത്. എനിക്ക് ലിപ്സ്റ്റിക്ക് കിട്ടുമെന്നുള്ളൊരിതും അവന് ഈ ലിപ്സ്റ്റിക്ക് എടുത്ത് വരച്ച് നോക്കാമെന്നുള്ളത്. ഞാനിങ്ങനെ കയ്യിൽ വരച്ച് നോക്കണ ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം ഏത് സ്റ്റുഡിയോയിൽ പോയാലും വസു എന്നെയും കൊണ്ട് പോയിട്ട് അവൻ്റെ കയ്യിൽ വരച്ചിട്ട് അമ്മ ഇത് കൊള്ളാമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ അടിച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്കല്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജ്യൂസ് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല അടി ബഹളം വസം ഉണ്ടാക്കിയുണ്ട്. ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രാത്രി എപ്പോഴേക്കും നമ്മൾ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ പോയ കുറച്ച് വീഡിയോ മാത്രമേ ഞാനത് കാണിച്ചിട്ടുള്ളൂ. ഈ കൊച്ച് ഭയങ്കര ബഹളമായിരുന്നു അവിടെ ചെന്നിട്ട്, ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് വരും വഴിക്ക് ജ്യൂസ് കുടിക്കാൻ കയറി അവിടെയും ബഹളം ഉണ്ടാക്കി, അലമ്പാക്കി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനുള്ള എനിക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടിയല്ലേ, ഞാൻ ക്ഷമിച്ചു അല്ലേട്ടാ. പിന്നെ നമ്മൾ
വേറെ കടയിലൊന്നും കയറിയൊന്നുമില്ല. അങ്ങനെ മണി 10:30 കഴിഞ്ഞു, 11 മണിയായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട്. ഇനി മക്കളെ ഓഫ് ഇത്തിരി സൗണ്ട് ഇനി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിക്കുട്ടി ഒരു ക്ലീനിങ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാ വ്ളോഗ്സ്.